മോളെ, നമ്മൾക്ക് ഈ ഫ്രിഡ്ജ് മാറ്റിയിട്ടേ ഡബിൾ ഡോറിലെ വലിയ ഫ്രിഡ്ജ് വാങ്ങണം. ഇത് വീട്ടിൽ വെക്കണതിനെ നടക്കാണ്. അതിന്റെയൊക്കെ ആവശ്യം എന്താമേ? അതിന് മാത്രം സാധനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനുണ്ടോ? ചെറുതന്നെ ധാരാളം. അതല്ലടി, ഞാൻ ആ രാഗിന്റെ വീട്ടിൽ പോയപ്പോഴേ അവിടെ വലിയ ഫ്രിഡ്ജ് മോളെ, ഗ്രേ കളറില് ഡബിൾ ഡോറുള്ളത്. അതിന്റെ മുൻപിൽ നിന്നപ്പോ എന്റെ തലേന്ന് താഴ്ന്നു പോയി. നമ്മുടെ ഈ ഫ്രിഡ്ജിന്റെ കാര്യം ഓർത്തിട്ടെ ഒന്ന് വാങ്ങും മോളെ. ഓ, അതാണോ കാര്യം? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമുക്ക് ഒന്നാക്കുന്നത്? രണ്ടെണ്ണം വാങ്ങാലോ. രണ്ടെണ്ണോ? അപ്പൊ പിന്നെ ഇതോ? ഈ ഫ്രിഡ്ജ് ഇവിടെ വെക്കുന്ന അമ്മയ്ക്ക് നാണക്കേടാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് ഇത് കൊടുത്താ പോരെ? അത് നല്ലൊരു കാര്യമാണ് മോളെ. എന്നാ പിന്നെ ഇത് കൊടുക്കാല്ലേ? രണ്ടെണ്ണം വാങ്ങിയ ഒന്ന് ഹോളിലും വെക്കാം, ഒന്ന് അടുക്കളയിലും വെക്കാം. ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോ അതൊരു ആനപ്പോഴൊരു ചന്തമാണ്. എന്താണ് രണ്ടുപേരും കൂടെ ആനക്കാരെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഇനിയിപ്പോ ഈ വീട്ടിൽ വല്ല ആനേനെ വാങ്ങാനും പ്ലാൻ ഉണ്ടോ? ആനേനെ വാങ്ങുന്ന കാര്യമല്ല ഏട്ടാ, ആനേന്റെ വലുപ്പത്തിലുള്ള 2 ഫ്രിഡ്ജ് വേണം അമ്മയ്ക്ക്. ഒന്ന് വാങ്ങിക്കൊടുത്തേക്ക്. ഞാനോ? നീ എന്താണ് എന്റെ മോനെ കൊണ്ട് ഫ്രിഡ്ജ് വാങ്ങി തരാൻ പറയുന്നത്? ഒരെണ്ണത്തിന് 1.5 ലക്ഷം വരും, രണ്ടെണ്ണം കൊണ്ട് 3 ലക്ഷം വേണ്ടേ? അവനല്ലേ എവിടെ നിന്ന് ഇത്രയും പൈസ? പിന്നെ വേറെ ആര് വാങ്ങും? വേറെ ആര്? നീ വാങ്ങും. റെഡി ക്യാഷ് ഒന്നും കൊടുക്കണ്ടല്ലോ, EMI ഇട്ടാ പോരെ. മാസം മാസം നിന്റെ ശമ്പളത്തിന് കുറച്ച് കുറച്ചില്ല ഒരു പിടിക്കുള്ളൂ. 3 ലക്ഷം കൊടുത്താൽ എന്താ? 2 ഫ്രിഡ്ജ് ഇവിടെ എത്തിയില്ലേ? വെറുതെ അല്ലല്ലോ മോളെ, നിന്റെ കല്യാണമൊക്കെ വരുമ്പോഴേ 2 ഫ്രിഡ്ജ്. കുറെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കുമ്പോ ഹോളിലൊരു ഫ്രിഡ്ജ്, അടുക്കളൊരു ഫ്രിഡ്ജ്. എന്താ അവിടെ ഒരു പത്രാസ് പറയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെക്കാൾ ആവശ്യം ഏട്ടനല്ലമ്മേ. ഞാൻ കല്യാണം കഴിഞ്ഞ് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകൂലേ? ഏട്ടനല്ലേ പിന്നെ ഈ വീട്ടിലിരിക്കുക. 2-3 ഫ്രിഡ്ജൊക്കെ ഉണ്ടാവുമ്പോ ആ പത്രാസ് ഏട്ടന് കിട്ടിക്കോട്ടെ, എനിക്ക് സന്തോഷം. ഇവളെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? ഇവളിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അതന്നെ ഞാനും ആലോചിക്കുന്നത്. അപ്പോൾ ഇത്ര നേരം എന്നെ കോള് വെച്ച് പറഞ്ഞാണല്ലേ? പെണ്ണിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ. എന്തായിരിക്കുമോ? അല്ലെങ്കിൽ അമ്മ എന്തിനാ അവളെ കല്യാണക്കാരി വെറുതെ എടുത്തെടുത്ത്? ഈ ടോക്ക് നമ്മുടെ ഇടയിൽ വരാറില്ലല്ലോ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാൽ അവള് നമുക്കൊന്നും തരില്ല എന്നാണ് അവള് പറഞ്ഞതിന്റെ ധ്വനി. നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. അവൾ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല. കല്യാണത്തിന് പേര് പറഞ്ഞാലെങ്കിലും 2 ഫ്രിഡ്ജ് ഇവിടെ എത്തുകയാണെങ്കിൽ എത്തിക്കോട്ടെ പറഞ്ഞതാ. 2 ഫ്രിഡ്ജ്? അമ്മേ, ഇനിയെങ്കിലും അവളെ കല്യാണത്തിന്റെ കാര്യം തൽക്കാലം ഇവിടെ എടുത്തരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. കല്യാണക്കാര്യം പറയുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. പിന്നെ കല്യാണം കൂടി കഴിഞ്ഞാലോ 1 രൂപ അവള് വീട്ടിലേക്ക് തരുവോ?